ഹായ് കൂട്ടുകാരെ, പ്രയ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിപ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം. ഞങ്ങൾ ഇന്ന് അങ്ങോട്ടാണ് പോകുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് 2 കിലോമീറ്റർ തെക്ക് മാറി കരമനയാറിൻ്റെയും കിളിമറയാറിൻ്റെയും സംഗമ സ്ഥലത്ത് നിലകൊള്ളുന്ന ചീരപുരാതനമായ ക്ഷേത്രമാണിത്. സ്ത്രീകളുടെ ശബരിമല എന്നാണ് നമുക്ക് ഈ ആറ്റുകാൽ ക്ഷേത്രം അറിയപ്പെടുന്നത്. ഇവിടുത്തെ പൊങ്കാലയാണ് പ്രധാനമായിട്ടുള്ള ഉത്സവം. കുംഭമാസത്തിൽ കാർത്തിക നാളിൽ ആരംഭിച്ച് 10 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് പ്രധാന ഉത്സവം. പൂരം നാളും പൗർണമി നാളും ഒത്തുചേരുന്ന സമയത്താണ് ഈ ഉത്സവം ഉണ്ടാകാറുള്ളത്. ലോകത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് ഈ ക്ഷേത്രത്തിൽ വരുന്നത്. അതുകൊണ്ട് ഈ ക്ഷേത്രം ഗിന്നസ് റെക്കോർഡ് കൂടി നേടിയിട്ടുള്ളതാണ്. കന്നിമാസത്തിലെ നവരാത്രിയും വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തികയും ക്ഷേത്രത്തിൽ വിശേഷമുള്ളതാണ്. ആറ്റുകാലിൽ ശിവൻ, ഗണപതി, നാഗദൈവങ്ങൾ, മാടൻ തമ്പുരാൻ പ്രതിഷ്ഠയുണ്ട്. ഭദ്രകാളിയുടെ അവതാരമായ കണ്ണകിയെ സങ്കല്പിക്കാറുണ്ട്. ഇങ്ങനെയും ഈ ക്ഷേത്രത്തെ അറിയപ്പെടുന്നുണ്ട്. തമിഴ്നാട് ശൈലിയിലും കേരള വാസ്തുശില്പ ശൈലിയിലും ആധുനികമായിട്ടാണ് ഈ ക്ഷേത്രം പണിതീർത്തിരിക്കുന്നത്. ഒട്ടനവധി രൂപങ്ങൾ ഇവിടെ കൊത്തിവച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൽ കൂടുതലായി 4 പൂജയും 3 ശീവേലിയുമാണ് ഉള്ളത്. പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശ്രീ ഭദ്രകാളി ദാരികാവധത്തിനു ശേഷം വേതാളപുറത്തിയിരിക്കുന്ന ചതുർബാഹിയായ രൂപമാണ്. കണ്ണകി, ആദിപരാശക്തി, അന്നപൂർണേശ്വരി എന്നീ വിവിധ ഭാവങ്ങളാണ് ഇതിലുള്ളത്. തുലാമാസത്തിലെ നവരാത്രിയും വിദ്യാരംഭവും വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തികയുമാണ് മറ്റു വിശേഷങ്ങൾ. തിരുവനന്തപുരത്ത് എത്തുന്നവർ തീർച്ചയായിട്ടും നമ്മളെ ഈ ആറ്റുകാൽ ക്ഷേത്രം ഒന്ന് ദർശിച്ചതിന് ശേഷം മാത്രമേ പോകാറുള്ളൂ. അത്രയ്ക്ക് വിശിഷ്ടമായിട്ടുള്ള ഒരു ക്ഷേത്രം കൂടിയാണിത്. ക്ഷേത്രത്തിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് മൊബൈൽ ഫോൺ കൊണ്ട് ഫോട്ടോ എടുക്കാനൊന്നും പാടില്ല. അതുകൊണ്ടാണ് ഉള്ളിലത്തെ ഒരു സംഭവവും ഫോട്ടോ എടുത്ത് കാണിക്കാൻ പറ്റാത്തത്, പുറത്തുള്ളത് എടുക്കുന്നത്. ഇതിൻ്റെ പുറത്തായിട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും ഒരു കുളമുണ്ട്. അതിൽ ഒരുപാട് മീനുകളും ആമകളും ഒരുപാടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് വെടി വഴിപാടും കൂടെ ഉണ്ട്. നമ്മൾ പേരും നാളും കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ആ സമയത്ത് തന്നെ അവിടെ വെടി വഴിപാട് കഴിക്കുന്നതാണ്. ക്ഷേത്ര ദർശനം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തൊട്ടടുത്തുള്ള കടയിൽ നിന്നാണ് ചായ കുടിച്ചിട്ടുള്ളത്. മസാല ദോശയും വടയും പൂരിയാണ് കഴിച്ചിട്ടുള്ളത്. നല്ല ടേസ്റ്റുള്ള ചായ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇതേപോലെ ഒരു നല്ല വീഡിയോ ആയിട്ട്